ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാസ്തുവിന്റെ ഇത് പ്രകാരം നമ്മുടെ ഒരു നാളോ അല്ലെങ്കിൽ ഗ്രഹനിലയോ ഇങ്ങനത്തെ ഒന്നും പക്ഷെ ആ വീടിനകത്ത് റോങ് പൊസിഷനിൽ ഇന്ന സ്ഥലങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്ട്സുകൾ എപ്പോ തുടങ്ങുമെന്നുള്ളത് നമുക്ക് ജാതകം നോക്കി കണ്ടുപിടിക്കാം. അത് ശരി, രണ്ടും കൂടെ അതെ ക്ലാഷ് നോക്കാം. രണ്ടാമത്തത് ജാതകം നോക്കിയിട്ട് ഇയാൾക്ക് വീട് വെക്കാനുള്ള യോഗം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തത് ഈ വീട് വെച്ച് കഴിഞ്ഞിരുന്നാൽ ഈ പ്ലേസിലല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്ട്സ് എപ്പോൾ തുടങ്ങും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സാധാരണ പറയും ഒരു വീട് വെച്ച് ആദ്യത്തെ ഒരു 10 വർഷം വലിയ കുഴപ്പമൊന്നും കാണൂല, പിന്നെ ആ 10 വർഷം കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ എന്തെങ്കിലും ചീത്ത വശങ്ങൾ വരുന്നത്. ഒന്ന് അവിടെ ഇരിക്കുന്ന താമസിക്കുന്ന ആൾക്കാരുടെ ജാതകം അനുസരിച്ചുള്ള സമയം മോശമാകുമ്പോൾ, രണ്ട് അഡീഷണൽ സാധനങ്ങൾ എന്തെങ്കിലും റൂംസ് എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യും, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ചില ഫർണിച്ചേഴ്സ് മേടിച്ചു വെക്കുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. കയ്യിലേക്ക് കൂടുതൽ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ കൊല്ലത്തുനിന്നാണ്. എന്താ പേരെന്താണ്? ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചോളൂ. പറയൂ ഉണ്ണികൃഷ്ണൻ പറയൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്തേ. ഞാൻ എന്റെ വീട് വെച്ചിട്ട് 22 വർഷമായി. എത്ര സെന്റ് സ്ഥലം? എന്നിട്ട് 22 വർഷമായി ഒരു വാസ്തു വിദഗ്ധന്റെ ഉപദേശം അനുസരിച്ച് ചേഞ്ച് ഒക്കെ വരുത്തിയായിരുന്നു കേട്ടോ. ചേഞ്ച് ഒക്കെ വരുത്തി. അടുക്കളയുടെ സ്ഥാനം തെക്ക് പടിഞ്ഞാറേ മൂലയിലായിരുന്നു. അത് മാറ്റി ആ സ്ഥാനം മാറ്റി കിഴക്കോട്ട് മാറ്റി സ്ഥാനം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മൂത്ത മകൻ ഒരാഴ്ചക്കകത്ത് എന്റെ മൂത്ത മകൻ എനിക്ക് നഷ്ടപ്പെട്ടു. ശരി, എത്ര സെന്റ് സ്ഥലമാണ്? എനിക്ക് 20 സെന്റ് സ്ഥലം. 20 സെന്റ് സ്ഥലത്ത് വീട്. എവിടെയാണ് സെപ്റ്റി ടാങ്ക് ഇരിക്കുന്നത്? ആ പ്രോപ്പർട്ടിയിൽ എവിടെയാണ് സെപ്റ്റി ടാങ്ക്? സെപ്റ്റിക് ടാങ്ക് ഇരിക്കുന്നത് അത് തെക്കായിട്ട് വരും. തെക്ക് കിഴക്കായിട്ട് വരും. കിഴക്ക് തെക്കായിട്ട് വരും. കിണറുണ്ടോ? കിണറുണ്ടോ? കിണറ് വടക്ക് കിഴക്ക് കിണറുണ്ട്. എവിടെയാണ്? വടക്ക് കിഴക്ക് മൂലയിലാണ്. ഓക്കെ. വടക്ക് കിഴക്ക് മൂലയില്. ശരി, വടക്ക് കിഴക്ക് മൂലയില്. ഇപ്പൊ അയാൾ മരിച്ചിട്ട് എത്ര കാലമായി? 2 വർഷം കഴിഞ്ഞു. ശരി, ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങള് മാനസിക പ്രശ്നമുണ്ട്. മോൻ ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു. ഈ എന്തുകൊണ്ടാണ് ഈ അടുക്കള മാറ്റാൻ കാരണം? കന്നിമൂല ആയതുകൊണ്ട് മാത്രമാണോ? കന്നിമൂലയാണ് മാറ്റണമെന്ന് പറഞ്ഞിങ്ങനെ വാസ്തു വിദഗ്ധനാണെന്ന് മാറ്റിയതുകൊണ്ടാ. അത് ശരി, മാറ്റി 2 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ? മാറ്റി ഒരാഴ്ചക്കകത്താണ് ഇങ്ങനെ സംഭവം. ശരി, ഓക്കെ. ഇനിയിപ്പോ എന്താ സാറിന്റെ ചോദ്യം എന്താണ്? ഉണ്ണികൃഷ്ണന്റെ ചോദ്യം എന്താണ്? ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി സെപ്റ്റി ടാങ്കിന്റെ സാർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഡയമണ്ട് വരച്ച് ഇങ്ങനെ വരുന്നതിനകത്ത് ടാങ്കിന്റെ പൊസിഷൻ മാറ്റണോന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കടന്നു പോകുന്നുണ്ടോ ആ ലൈനിൽ കൂടെ? എങ്ങനെ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ടോയ്ലറ്റ് എന്തെങ്കിലും? ഇല്ല, ലൈനിൽ വരത്തില്ല. വീടിന്റെ ക്രോസ് സെക്ഷൻ ലൈനിൽ വരത്തില്ല. ഇല്ല. ശരി, ഇപ്പൊ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത് ഇത്രയും നാള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുക്കളയുണ്ടല്ലോ, അടുക്കള മാറ്റിയപ്പോഴത്തേക്കാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. വൈഫ് അധ്യാപികയാണ്. ഇത് സംഭവിച്ചെന്നുള്ള ഒരു വിഷമം. അതിനെന്തൊക്കെയാണ്? വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ താങ്കൾ ഉപയോഗിക്കുന്നത് അവിടെ? ഞാനും വൈഫും വെജിറ്റേറിയനാ. വെജിറ്റേറിയൻ. ശരി, ഇപ്പൊ അടുക്കള മാറ്റിയിട്ട് അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അടുക്കള മാറ്റിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ആ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നോർമലി വർക്ക് ഏരിയ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്. ശരി. ഇപ്പൊ അതായത് നമ്മുടെ യഥാർത്ഥത്തില് കന്നിമൂലയ്ക്കകത്ത് അടുക്കള വരാൻ പാടില്ല. അഥവാ അങ്ങനെ അടുക്കള വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അടുക്കള കുറച്ചുകൂടി ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരു വർക്ക് ഏരിയ പോലെ എടുക്കുക. അത്രയും ചെയ്താൽ മതിയായിരുന്നു.
രണ്ടാമത്തേത് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അവിടെ അങ്ങനെ വെക്കാൻ പാടില്ല. അഥവാ അവിടെ അടുക്കള സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അവിടെ വെക്കാൻ പാടില്ല. അത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു, പക്ഷെ അതാരും പറഞ്ഞു തന്നിരിക്കില്ല. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ട് മാറ്റി. നോൺ വെജിറ്റേറിയൻ ഫുഡ് ഞങ്ങൾ വളരെ അപൂർവമായിട്ട് മക്കളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉണ്ടാക്കാറുള്ളായിരുന്നു. അത് ഒരിക്കൽ കുക്ക് ചെയ്തിരുന്നാലും മതി. ആ ഭാഗം വളരെ, അതായത് ഞാൻ പറഞ്ഞ സൗത്ത് വെസ്റ്റ് കോർണറും നോർത്ത് ഈസ്റ്റ് കോർണറും വളരെ ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞത് ഇനി ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. കേൾക്കുന്നുണ്ട് സാർ? കേൾക്കാം. താങ്കളുടെ പ്ലാൻ, ഒരു കാര്യം ചെയ്യും, താങ്കളുടെ പ്ലാനും ബുദ്ധിമുട്ടുകളെല്ലാം കൂടി rvelayadan@yahoo.com എഴുതി അറിയിക്കൂ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, സാറിന്റെ കോൺടാക്ട് നമ്പർ ഇപ്പൊ കാണിക്കുന്നുണ്ട്, അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഈ കേസിൽ 3 പ്രോബ്ലം. അതെ, സാധാരണഗതിയിൽ കന്നിമൂലയിൽ അടുക്കള വരാൻ പാടില്ല എന്ന് പറയും. പക്ഷെ പല സ്ഥലത്തും കന്നിമൂലയിൽ അടുക്കള വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ, അതുകൊണ്ടാണ് ബോംബെയിലൊക്കെ കന്നിമൂല അടുക്കള വരുമ്പോൾ അടുക്കളയിൽ വിളക്ക് കത്തിച്ചു. പക്ഷെ അവരെല്ലാവരും വെജിറ്റേറിയനാണ്, നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ വെജിറ്റേറിയൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രീയൻസ് പൊതുവെ പ്രശ്നമില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ അടുക്കളയിൽ ചേർന്ന് ഒരു വർക്ക് ഏരിയ കൂടി സ്ഥാപിച്ചേക്കാം. അപ്പോൾ അടുക്കള കോർണറിൽ വരില്ല, ആ കോർണർ മാറി എന്താ ഒരു വർക്ക് ഏരിയ ആയി കഴിയും. അപ്പോൾ അത് ചെയ്യാമായിരുന്നു. പിന്നെ ഇയാളുടെ സൗത്ത് ഈസ്റ്റ് കോർണർ വരുന്നത്, അതായത് അഗ്നികോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടുവന്ന് ഈ സംഭവം എന്തോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇതിപ്പം അവരെന്തിനാണ് അത് മാറ്റിയത് എന്നുള്ളത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ മാറ്റി കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ സംഭവം. പക്ഷെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അത് മാറ്റിയത് എന്നുള്ളത് പറഞ്ഞില്ല. മാറ്റിയ ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുക്കള റോങ് പ്ലേസിലായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ പറഞ്ഞിരിക്കും, അയാൾ ഇതെല്ലാം കൂടി ഇടിച്ചും കൊണ്ട് വച്ചിരിക്കും. അതെ. അപ്പം ശരി, ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഞാൻ എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്. നോർമലായിട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ്. അവിടെ വാടകയ്ക്ക് ഒരു കൂട്ടർ താമസിച്ചിരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഇതായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വേറൊരു നല്ലൊരു പ്രോസ്പെക്റ്റ് ഇതായിട്ട് അവർ മാറിയതുമാണ്. പക്ഷേ ഈ കൂട്ടർ സ്വന്തം വീട്ടുകാർ വന്ന് താമസിച്ചു കഴിഞ്ഞ് വാസ്തുവിൻ്റെ പിറകെ അവർ കുറെ കൂടെ നല്ല ഫ്ലറിഷ് ചെയ്തിരുന്ന ആൾക്കാരാണ്, ഫാക്ടറിയും ഒക്കെ ആയിട്ട്. പക്ഷേ ആരോ പറഞ്ഞ് ഇങ്ങനെ വാസ്തുവിൻ്റെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യണം. എപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം പിന്നെയും ഇതാവുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അവർ മതിൽ മാറ്റിക്കെട്ടി, ഫ്രണ്ടിലത്തെ വാതിൽ മാറ്റി, സംഭവം ഈ പറഞ്ഞ പോലെ മാറ്റി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന ഒരു 3 ഇയേഴ്സിന് ഉള്ളിൽ ആദ്യം ഹസ്ബൻഡ് ക്യാൻസറായിട്ട് മരിക്കുന്നു, അടുത്ത വൈഫ് മരിക്കുന്നു, കുട്ടികൾ തന്നെ ഫാക്ടറിയൊക്കെ നശിച്ച് അവരൊക്കെ പിരിഞ്ഞു പോയി. പക്ഷെ ഇപ്പോൾ അവർ പിരിഞ്ഞു പോയതിനു ശേഷം അവരൊക്കെ നന്നായിട്ട് പറഞ്ഞ പോലെ ഈ നോർത്ത് ഈസ്റ്റ് കോർണറിനകത്ത് അവിടെ ടോയ്ലറ്റ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരാൾക്ക് ക്യാൻസർ വരും. 99.9% ഹോൾമാർക്കാണത്. നോർത്ത് ഈസ്റ്റിൽ ഡെഫിനറ്റ് ആണ്, ഹിസ്റ്ററിയാണത്. അതെ, അല്ലെങ്കിൽ കിഡ്നി ഫെയിലൂർ ആകും, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഇതാ പറയുന്നത്. അതേപോലെ ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഒരു കേസിനകത്ത് പണ്ട് ഈ തമിഴ്നാട്ടിൽ മനേടി ശാസ്ത്രമുണ്ട്. മനേടി ശാസ്ത്രം അനുസരിച്ച് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വൈഫോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ ആ സമയത്ത് ഫൗണ്ടേഷൻ ഇടാൻ പാടില്ല. അപ്പം ഈ ഒരു പോസിബിലിറ്റി എനിക്കിപ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടിടം വയ്ക്കുന്ന സമയത്ത് പുള്ളിയുടെ വൈഫോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ്, ആ പ്ലോട്ടുമായി ബന്ധപ്പെട്ട ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ സംഭവം പ്രീവിയസ് എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ട്രാക്ക് ഇങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമേ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം. കാരണം കുറേ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പയ്യൻ മരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് അടുക്കള ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് കൊണ്ട് മരിക്കാനുള്ള ചാൻസസ് ഇല്ല, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണാം. ആ ഹിസ്റ്ററി ഒന്ന് ട്രേസ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ പലപ്പോഴും ഇതിങ്ങനെ മാറ്റിയിട്ടാണല്ലോ ഉടനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടാണ് എന്തോ സംഭവിച്ചു എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫർണിച്ചറിന്റെ കാര്യം. ഇപ്പം വീട് വെച്ച് വരുമ്പോൾ നമ്മളൊരു ഫർണിച്ചർ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ വാസ്തുപ്രകാരം ആയിരിക്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ കണക്കിന് പ്രകാരം ഇട്ടിട്ടുണ്ടാവും. പക്ഷെ കാലം കുറച്ച് ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ കണ്ടൊന്ന് മടുക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സെറ്റപ്പ് ഒന്ന് മാറ്റി ഇങ്ങനെ വരുമ്പോൾ ഈ ഓരോ ചേഞ്ചസും മേജറായിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ വാസ്തു കൺസൾട്ടന്റിനെ തീർച്ചയായിട്ടും എന്ത് മാറ്റം ഉണ്ടെങ്കിലും ഞങ്ങൾ എന്താ ഒരു ഫാമിലി ഡോക്ടറായിട്ട് നിങ്ങൾ വയ്ക്കുന്ന പോലെ ഞങ്ങളെ ഫാമിലി ഡോക്ടറായിട്ട് വെച്ചേ പറ്റൂ. ഇപ്പോൾ നിങ്ങളൊരു ഫർണിച്ചർ മേടിക്കുന്നു, ഫർണിച്ചർ ഒരു വസ്തുവാണ്,
ആ വസ്തുവിന് അളവുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മോഡേൺ കാർസ് എല്ലാം നോക്കും, എല്ലാം കുഴിഞ്ഞതാണ്. ഒരു 40 വയസ്സായ ഒരാൾക്കൊന്നും അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ ഒരാളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ കുഴിച്ചാൽ വെച്ചിരിക്കുന്നത് അല്ലേ, കാറിനകത്ത് കയറാൻ പ്രയാസം. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ സോഫയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയർസ് ആണെന്നുണ്ടെങ്കിൽ കയറിയിരുന്നാൽ പിന്നെ എഴിക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ അതിനൊരു കണക്കുണ്ട്. സയൻറ്റിഫിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബേസ് എത്രയുണ്ട്, ആ ബേസിൽ നിന്ന് എർത്ത് വരെ എത്ര അടി ഉണ്ടായിരിക്കണം, ഇതിനെല്ലാം കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ച് തന്നെ ആയിരിക്കണം ഫർണിച്ചർ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അതായിരുന്നു ചെയ്യുന്നില്ല, അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. തീർച്ചയായും. കാരണം അതിപ്പോൾ ഒരു സയൻസ് ആയിട്ട് എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതായത് ജോലി ചെയ്യുന്ന ഒരാൾ ഇന്ന ജോലിക്ക് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കണം, എന്തായിരിക്കണം ആ കസേരയുടെ, ഒരു എഞ്ചിനീയറിംഗ് തന്നെയാണത്. ഇപ്പം നമുക്ക് കാണാൻ ഭംഗിയുള്ള ഫർണിച്ചറാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫർണിച്ചർ മേടിക്കുന്നു. അപ്പം നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ആ സ്പേസിനനുസരിച്ചുള്ള ഫർണിച്ചറല്ലേ ഇപ്പം മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകും. അത് വാസ്തുവിൻ്റെ ദോഷങ്ങളല്ല പറയുന്നത്, നമ്മുടെ ബോഡിയിൽ ആ സിറ്റിംഗ് പോസ്ചർ വരുമ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഒരിക്കലും നമ്മൾ ഒരു പഴയ ഒരു ഫർണിച്ചർ പുറത്തുനിന്ന് മേടിക്കാതിരിക്കുന്നത് എപ്പോഴും നല്ല ശ്രദ്ധിക്കുക. പുതിയ ആൻറ്റി ഫർണിച്ചർ ഒന്നും ജെന്യൂൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഫർണിച്ചർ ഒരുപാട് കടകളുണ്ട്. ഇപ്പോൾ ഫർണിച്ചറെല്ലാം പഴയ വീടുകളിൽ നിന്നും തടികളൊക്കെ എടുത്ത് ഡോറുകളും വിൻഡോസ് എല്ലാം എടുത്ത് പോളിഷ് ചെയ്ത് റെഡിയാക്കി ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പുതിയ ഫർണിച്ചർ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എവിടെ നിന്നാണ് ഈ തടി വന്നതെന്ന് അറിയാൻ പറ്റില്ല, ഏതൊക്കെ തടികളാണ് ഇതിനകത്ത് മിക്സ് ആയിരിക്കുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം തടികൾ ഒഴിവാക്കുക. പിന്നെ നമുക്കിപ്പോൾ തടിയുടെ ഷോർട്ടേജ് ആണ്, വുഡിന് ഷോർട്ടേജ് ആണ്. ഇപ്പോൾ എല്ലാവരും ഫർണിച്ചർ ഏതിലോട്ട് പോയി, മെറ്റൽ ടൈപ്പിലോട്ടൊക്കെ പോയി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മൾ തടിയായിട്ടുള്ള ഫർണിച്ചർ മേടിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, പലപ്പോഴും പഴയ വീടുകൾ പൊളിച്ചു മാറ്റിയിട്ട് അതിനകത്തുള്ള നല്ല നല്ല കട്ടളപ്പടി അല്ലെങ്കിൽ നല്ല കൊത്തുപണി ചെയ്തിട്ടുള്ള കട്ടളപ്പടി കാണും, പിന്നെ മേൽക്കൂരയുടെ ഇത് കാണും, വാതിലുകൾ ഒക്കെ നല്ല ഭംഗിയുള്ള പല മനകളും പല വീടുകളും പഴയ വീടുകൾ പൊളിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ പഴമയോട് ഉള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഒരു വീട്ടിൽ വെക്കുന്നു. അത് ശരിക്കും പ്രോപ്പറാണ്. നിങ്ങളുടെ പഴയ വീടാണ്, നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ പഴയ വീട്ടിലുള്ള ഏത് തടിയും നിങ്ങൾ വെക്കുന്ന പുതിയ വീട്ടിൽ ഉപയോഗിക്കാം. അത് ശരി. പക്ഷെ വേറൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. അത് പ്രശ്നമാണ്. നിങ്ങളുടെ പഴയ എന്തുവേണം ഉപയോഗിക്കാം. ശരി.